വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എനിക്ക് ഷീലയിൽ നിന്നും ഒരു ഫ്രീ ഗിഫ്റ്റ് കിട്ടി. അതെന്താ, ₹1 പോലും കൊടുത്തില്ല. ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ. ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയാണ് പാക്കിങ് വന്നിരുന്നത്. കൊള്ളം തോന്നുന്നു. കൊള്ളാം. ദിസ് ഈസ് ഇറ്റ്. ഷൂസ് വന്നിട്ട് ഇങ്ങനെയാണ് ലുക്ക് വൈസ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാഡ് ക്വാളിറ്റി ഒന്നും അല്ല. അപ്പോൾ ഇതിന് ഏകദേശം 30 pounds ആണ്. പക്ഷെ നമ്മളിങ്ങനെ പപ്പി കേക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരു ഗെയിം പോലെയാണ്. കണ്ട ഏകദേശം ഗെയിം പോലെ ഇരിക്കും. പക്ഷെ ഡെയിലി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എവിടെ വരെ പോകും, ഗിഫ്റ്റ് കിട്ടുമോ അതോ ഫേക്ക് ആണോ എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ആക്കിയത്. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്രീ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും എന്താ പറയുക, പപ്പി കേക്ക് വെച്ചിട്ട് ഫുഡ് ഇങ്ങനെ കൊടുത്ത് നമുക്ക് ഇനിയും ഗിഫ്റ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇച്ചിരി ക്ഷമ വേണം. ഞാനൊരു 2-3 മാസമെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയത്. സോ നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് വേണമെങ്കിൽ യു ക്യാൻ ഡു ദിസ്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ട താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് കയറി ഗെയിം പോലെ, ഒരു എൻ്റർടൈൻ പോലെ, അല്ലെങ്കിൽ ഒരു ടൈം പാസ് പോലെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രീ ഗിഫ്റ്റ് വാങ്ങാം. ബൈ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെറിയ കാര്യം. സോ ഇതിനകത്ത് കാണിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ പപ്പിയുടെ ഫുഡ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ പപ്പീനെ ഫീഡ് ചെയ്യുക. ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ കളക്ട് ചെയ്യുമ്പം ഇങ്ങനെ 15 grams അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. കളക്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന പോലെ കളക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ പ്രസ് ചെയ്ത് ഫുഡ് ഇങ്ങനെ ഫീഡ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെയുള്ളൂ. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ, അതിൽ ഓരോന്നിനും നമുക്കിങ്ങനെ ഫുഡ് കളക്ട് ചെയ്യാനും അതിൽ നിന്ന് തന്നെ കൊടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ഷീനിൽ നിന്നും ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ പ്രൊഡക്ട്സൊക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ ബോണസായിട്ട് ഇതുപോലെ പപ്പിയുടെ ഫുഡ് നമുക്കിതുപോലെ ഇങ്ങനെ ക്രെഡിറ്റ് ആകും. അത് നമ്മൾക്ക് വീണ്ടും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീ ഗിഫ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഒരു ഹാർട്ട് ഇങ്ങനെ ഫില്ലായി വരുന്നത്. അപ്പോൾ അങ്ങനെ ഹാർട്ട് ഫില്ലായി വന്നിട്ട് ഓരോ ഹാർട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് മേളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ ഓരോ നമ്പേഴ്സ്. 0.25% ഇനി കളക്ട് ചെയ്യാനുള്ള ഹാർട്ട്സാണ് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 99 ഇനി കംപ്ലീറ്റ് ആക്കാനുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല. അപ്പം 100% ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഗിഫ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.